അത്തപ്പൂവുന്നുള്ളി തൃത്തപ്പൂവുന്നുള്ളി തന്നാനം പാടി പൊന്നൂഞ്ഞാലിലാടി തെന്നലെ വാ ഒന്നാനാം കുന്നിലോടി വാ. അത്തപ്പൂവുന്നുള്ളി തൃത്തപ്പൂവുന്നുള്ളി തന്നാനം പാടി പൊന്നൂഞ്ഞാലിലാടി തെന്നലെ വാ ഒന്നാനാം കുന്നിലോടി വാ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പൂക്കളം ഇടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള പൂക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ പൂക്കളം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് തന്നെയുള്ള പൂവൊക്കെ ഇറുത്തെടുത്തതാണ്. ഇവിടെ തൊടിയിൽ തന്നെ മത്തൻ കൃഷി ഉണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് 2-3 പൂവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ പൂക്കളം തയ്യാറാക്കിയത്. എൻ്റെ മത്തൻ കൃഷി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല അല്ലേ, അത് ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ നന്നായി പടർന്ന് വന്നിട്ടുണ്ട്. ഒരു 3-4 കുഴിയിൽ, ഓരോ കുഴിയിൽ ഒരു 4 വിത്ത് വീതം ഞാൻ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വളമൊക്കെ ചേർത്ത് ഞാൻ ഇതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, കായൊന്നും ആയിട്ടില്ല. നമുക്ക് ഓണമാകുമ്പോഴേക്കൊന്നും കായ കിട്ടുമെന്ന് തോന്നണില്ല, കാരണം പൂവിടാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ സീസൺ കഴിയാൻ സമയത്താണ് ഞാൻ അത് കുഴിച്ചിട്ടത്. മഴയൊക്കെ തുടങ്ങി കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ മത്തൻ കുഴിച്ചിട്ടത്. അപ്പോൾ അത് മുളച്ച് ഉണ്ടായി. പിന്നെ അപ്പോഴേക്ക് മഴയും തിരക്കായി, അങ്ങനെ ഹോസ്പിറ്റൽ കേസ് വന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിന് വളമൊക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ അത് നന്നായി ഉണ്ടായി വന്നിട്ടുണ്ട്, പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10-20 ദിവസമൊക്കെ കഴിഞ്ഞാൽ കായൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ നന്നായി പടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓണത്തിന് പൂവിടാൻ മത്തൻ പൂവ് കിട്ടും. അപ്പോൾ അതന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് നമുക്ക് മത്തൻ്റെ ഇല കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ പൂവിടാൻ ഈ സമയത്ത് മത്തൻ പൂവൊക്കെ ഇതിൻ്റെ പൂക്കളത്തിലുള്ളൊരു പ്രധാന ഐറ്റമാണ്. ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ പറയും കേട്ടോ, മത്തൻ്റെ പൂവ്, കുമ്പളത്തിൻ്റെ പൂവ്, ഇതൊക്കെ നമ്മളെ കാർഷിക സമൃദ്ധിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അതൊക്കെ ചേർത്തിട്ടൊക്കെ പൂക്കളം തയ്യാറാക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പൂവ് മേടിക്കൊന്നും വേണ്ടല്ലോ, ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് പൂക്കളം ഒരുക്കാൻ ഇഷ്ടം പോലെ പൂവാകുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് കായ കിട്ടിയാൽ അതും കാര്യം. പിന്നെ മത്തൻ്റെ ഇലയൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെയാണ്, ഈ സീസണൊക്കെ വരുമ്പോൾ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ചിട്ടതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യം എപ്പോൾ തോന്നുന്നു എന്ന് വെച്ചാൽ അപ്പോൾ പോയിട്ട് എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ 2-3 കുഴി കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പൂക്കളം ഒരിക്കലൊക്കെ ചെയ്തത്. ഇനി ഞാൻ പാചകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിന്നൊരു അവിയൽ പോലെ ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അവിയലിൽ ചേർക്കുന്ന എല്ലാ കഷ്ണങ്ങളും ഉപയോഗിച്ച് അവിയലിൻ്റെ കൂട്ടുകളൊക്കെ ചേർത്തിട്ട്, പക്ഷേ അത് ഒഴിച്ച് കറിയായിട്ടാണ് തയ്യാറാക്കണത് മാത്രം. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ചോറിന് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഒരുപാട് പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ അവിയൽ വരട്ടി ഉണ്ടാക്കുന്ന അതുപോലെയല്ല, എല്ലാം അതുപോലെ തന്നെയാണ് ചേർക്കുന്നത്. പക്ഷേ ലൂസായിട്ട് നമ്മൾ ഒഴിച്ച് കറിയിട്ടാണ് അത് ഉണ്ടാക്കണമെന്ന് മാത്രം. ഇതാ കളറൊക്കെ അതുപോലെ തന്നെയാണ്, ടേസ്റ്റും അത് തന്നെയാണ്. നമ്മൾ കട്ടവിയിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വാങ്ങി വയ്ക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ചതച്ചിട്ട് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. നാളികേരവും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ജീരകവും ചതച്ച് ചേർക്കും. അങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത്. നമ്മൾ അവിയൽ തയ്യാറാക്കുന്ന അതേപോലെ തന്നെയാണ്, പക്ഷേ ഇത് വെള്ളം പോലെയാണെന്ന് മാത്രം. നമ്മൾ ഒഴിച്ച് കറിയായിട്ടാണ് ഉപയോഗിക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആ കറിയും തയ്യാറാക്കി. ഇനിയൊരു മീൻ കറിയും കൂടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ അയിലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് ആണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. പിന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ആ അരച്ച കൂട്ടുകളൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർക്കുള്ളൂ കേട്ടോ. ഇത് മുളകിട്ട പോലത്തെ ഒരു കറിയാണ്, പക്ഷെ നല്ല തിക്കുണ്ടായിരിക്കും. നമ്മൾ സംഭവങ്ങളൊക്കെ അരച്ചിട്ടല്ലേ ചേർക്കണത്. അങ്ങനെ പിന്നെ മരപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളിയല്ല, മരപ്പുളിയാണ്. ഇവിടെ ഞങ്ങൾ കൂടുതൽ മരപ്പുളിയാണ് ഉപയോഗിക്കാറ്. കുടംപുളി എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുള്ളൂ. കുടംപുളി ഇവിടെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് മരപ്പുളി ചേർത്തിട്ടാണ് അധികം മീൻകറിയൊക്കെ തയ്യാറാക്കാറ്. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കുടംപുളി ചേർത്തും വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്.
അപ്പോൾ അതിലേക്കുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മീൻകറിയൊക്കെ എളുപ്പമുണ്ടല്ലോ വെക്കാനല്ലേ. ഏത് കറി എളുപ്പം തന്നെയാണ് കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. നമ്മൾ മടിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് എല്ലാം ഇങ്ങനെ ടൈം വൈകിട്ടൊക്കെ പോവുക. ഏത് കറി നമ്മൾ പിന്നെ അതിൻ്റെതായ മെത്തേഡ് കൂടി പെട്ടെന്ന് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം വഴറ്റി റെഡിയാക്കിയിട്ട് പുളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ ചേർത്താൽ മതി. പിന്നെ തിളച്ചാൽ നമ്മുടെ അയില ഇട്ട് കൊടുക്കാം. പിന്നെ തിളച്ചാൽ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് വാങ്ങി വയ്ക്കാം. അങ്ങനെയാണ് ഈ മീൻ കറി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറി ഉണ്ടാവും. വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായി. പിന്നെ എല്ലാ പുളിയും ഉപ്പും എരിവും ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് മീൻ. അപ്പോൾ ആ ഒരു മസാലേൻ്റെ കുത്തൊക്കെ പോയിട്ട് എല്ലാം കറക്റ്റ് പാകത്തിനാകും. മല്ലിപ്പൊടി വളരെ കുറച്ചേ ചേർക്കുള്ളൂ കേട്ടോ. മുളകിട്ട മീൻ കറി പോലെയാണ് ഇത് തയ്യാറാക്കണത്. പക്ഷെ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. കാരണം തക്കാളിയും ഉള്ളിയും ഇതൊക്കെ അരച്ചിട്ടല്ലേ ചേർക്കണത്, അതുകൊണ്ട്. അപ്പോൾ ആ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉപ്പേരി കൂടി തയ്യാറാക്കണം. അപ്പോൾ ഞാൻ കറിവേപ്പിലൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പേരി ബീൻസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് ഞാൻ കുറച്ച് മുന്നേ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വാരി വെച്ചതാണ്. അപ്പോൾ ഇനി അതും കൂടെ തയ്യാറാക്കിയ നമ്മുടെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ ഏകദേശമായി. പിന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ. ഇപ്പം മീനിന് വില വളരെ കുറവാണല്ലോ. ഇവിടെയൊക്കെ 1.5 കിലോ 100 രൂപയ്ക്ക് 1.5 കിലോ മത്തി, ചെറിയ മത്തിയും അയിലയൊക്കെ ഇഷ്ടംപോലെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സാധനത്തിന് വിലക്കുറവുണ്ടോ അപ്പോൾ അത് വാങ്ങി കൂടുതൽ ഉപയോഗിക്കുക എന്നാണ്. അപ്പോൾ ഫ്രൂട്ട്സിനൊക്കെയാണ് വില കുറവുള്ള സമയത്ത് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ വാങ്ങിയിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മീനിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. 1.5 കിലോനും ഒക്കെ കിട്ടാറുണ്ട് 100 രൂപയ്ക്ക്. അപ്പോൾ നമുക്ക് അത്രയൊക്കെ വാങ്ങിയാൽ 2 ദിവസമൊക്കെ ഇഷ്ടം പോലെ കഴിക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നല്ല കളറും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. ഉപ്പും മുളകും പുളിയൊക്കെ നല്ല കറക്റ്റാണ്. ഞാനപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം. ബീൻസ് കൊണ്ടൊരു ഉപ്പേരിയാണ് കേട്ടോ. ഇവിടെ ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി, മുളക്, കടുക്, കറിവേപ്പില ഇത് വറവിട്ടിട്ട് അതിലേക്ക് നമ്മൾ പച്ചക്കറി എന്താ വെച്ചാൽ അത് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് ഉപ്പേരിയായി. നാളികേരവും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കൂടി ചതച്ചിട്ട് നമ്മൾ ഈ ഉപ്പേരി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ തോരൻ എന്നും പറയും. അപ്പോൾ ഞാൻ ഇവിടെ നാളികേരം ചതച്ചിട്ട സംഭവങ്ങൾ വലിയ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരിയാണ് തയ്യാറാക്കണത്. അപ്പോൾ മീൻകറീനെ നമുക്ക് അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് മഴയൊക്കെ മാറിയതുകൊണ്ട് നല്ല ജോലിയാണ്. കാരണം മുറ്റമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ തീർത്തിട്ടാണ് കേട്ടോ ഞാനിന്ന് പാചക പരിപാടിയിലേക്ക് വന്നത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ജോലികളൊക്കെ ഒന്ന് ഏകദേശം കഴിഞ്ഞു. അലക്കിയിട്ടതൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മടക്കി കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ അങ്ങനെ അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി കുറേയൊക്കെ ഒതുങ്ങി. പക്ഷേ വീട്ടമ്മമാർക്കല്ലേ ഒരു ജോലി കഴിയുമ്പോൾ അടുത്ത ജോലി വരും. നമ്മളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാവും എന്തെങ്കിലും അപ്പോൾ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിക്ക് അപ്പോൾ പിന്നെ പോകും. അങ്ങനെയാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് ജോലിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പോഴാണ് കേട്ടോ എല്ലാം വൃത്തിയായിട്ടും ക്ലീനായിട്ടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടൊക്കെ ഇരിക്കുള്ളൂ. നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. നമ്മുടെ എപ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം. അപ്പോഴാണ് നമ്മുടെ വീടും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. മടിയാണ് നമ്മളെ എപ്പോഴും പല കുഴപ്പത്തിലും കൊണ്ട് എത്തിക്കുന്നത്. മടി പിടിച്ചിരുന്നാൽ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കില്ല. നമ്മൾ ഈ ജോലിയൊക്കെ അവിടെ പെൻഡിങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് പിന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ എടുക്കേണ്ടിയും വരും. അപ്പോൾ ഉള്ള ജോലികളൊക്കെ ഫുള്ള് തീർത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഭംഗി, എളുപ്പം. അപ്പോൾ നമ്മുടെ ബീൻസ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി പപ്പടം കാച്ചാനുണ്ട്. അത് ഊണ് കഴിക്കുന്നതിന് കുറച്ച് മുന്നെയാണ് കാച്ചുന്നുള്ളൂ. അപ്പോൾ ചൂടോടൊക്കെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത്രയൊക്കെ ജോലികളെ ബാക്കിയുള്ളൂ കേട്ടോ. അതൊക്കെ പെട്ടെന്ന് തീർക്കാം. കാരണം ബാക്കി ജോലിയൊക്കെ കഴിഞ്ഞതല്ലേ, ഇതും കൂടെ അല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ 1-2 പാത്രങ്ങളും കൂടി കഴുകിയെടുക്കാനുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ ജോലികളൊക്കെ ഇന്ന് പെട്ടെന്ന് തീർന്ന ദിവസമാണ്.